കൃഷിക്കാ ഞങ്ങളെ കാത്തിക്കേനു. ഇപ്രാവശ്യത്തെ കുറിന്റെ പൈസ അല്ലേ അത് നമ്മക്കാട്ടോ ഇപ്രാവശ്യം കിട്ടിയേ. കുറിയോ? ഞാൻ അറിയാത്ത കുറിയോ? നീ എപ്പോഴാ കുറിക്കേറുന്നേ? എത്ര റുപ്യുണ്ട്? അത് ഞാൻ കുറച്ച് പൈസ ഇങ്ങനെ വെച്ചിട്ട് കൂടിയതേനു. 10,000 റുപ്യ ഉണ്ട്. നമ്മളെ മോക്ക് സ്വർണത്തിന്റെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പൈസ കൊണ്ട് ഓക്ക് എന്തെങ്കിലും ചെറിയത് എന്റെ വാങ്ങിച്ചു കൊടുത്താലോ. അല്ല ഞാനത് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മൾ നാളെ തന്നെ പോയി വാങ്ങിച്ചാലോ എന്നാല്. ഇവിടെ ഞാൻ പൈസക്ക് വേണ്ടി ഇങ്ങനെ പെടാപ്പാടോ കുട്ടിക്ക് കാതിൽ ഞാൻ 10,000 റുപ്യ കൊണ്ടാ. എനിക്കിവിടെ പൈസ കുറേ ആവശ്യമുണ്ട്. ഹലോ. അല്ലി ബാ ഈ എന്തെന്നാ എന്റെ ബർത്ത്ഡേക്ക് വരാനേ? എറണാളോ? ഞാൻ അറിയില്ലല്ലോ. അന്നേം കൂടി വരാൻ ഞാൻ ആശിക്കാനോട് പറഞ്ഞല്ലോ. ഞാൻ അറിയില്ല എന്നാല്. എനിവേ ആ റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ റിങ് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇപ്പൊ വിളിച്ചതന്നെ. റിങ്ങോ? ഞാൻ 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 വിളിക്കാം. എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. നിങ്ങൾ എന്നാലും മൂത്തമ്മന്റെ മോളെ മോക്ക് ബർത്ത്ഡേക്ക് റിംഗ് ഒറ്റ വാങ്ങിച്ചു കൊടുത്തിനു. ആ വാങ്ങിച്ചു കൊടുത്തിനു. എന്തേനു? ബർത്ത്ഡേ ഏതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അത് പോട്ടെ, ഒരു വിളിക്കൊക്കെ ചെയ്തു പോലെ. നിങ്ങൾ ഇതിനാ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ? പിന്നെ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലേ മോൾക്ക് എന്തെങ്കിലും കമ്മലറ്റാൻ വാങ്ങിച്ചു കൊടുക്കുക പൈസ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറെ ചെലവുകൾ ഉണ്ട്, ആ പൈസ വാങ്ങിച്ചു കൊണ്ടുപോയി ചെയ്ത്. ഇതായി നിങ്ങളെ ചെലവ്. ഇനി അധികം കയറി ഭരിക്കാന്ന് വരണ്ടേ? ബർത്ത്ഡേ അല്ലേ, ഒന്ന് വാങ്ങിക്കാണ്ടാരും പോകുന്നില്ല. അത് നിങ്ങൾ അറിയ പോലും ചെയ്യാത്തൊരു പൈസ അല്ലേനോ? എന്താണ് എന്റെ പ്രശ്നമോ? ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തതോ? സ്വന്തം കുടുംബം നോക്കാണ്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർക്ക് എന്ത് ചെയ്തെടുത്തിട്ട് ഒരു കാര്യമില്ല. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അറിയുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഞാനും മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും ഓർത്താൽ